ഹലോ കുട്ടിക്കുറുമ്പന്മാരെ, കുട്ടിക്കുരുന്നുകളെ, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് ഈ റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കിയാലോ. നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ നോക്കാം. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നോക്കാം. ദ ഫസ്റ്റ് വൺ, ദ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. ഏതൊക്കെ തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ദ സെക്കൻഡ് വൺ, റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്താണെന്നല്ല നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, നമ്പർ ലൈൻ, കമ്പാരിസൺ ഓഫ് റാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമ്പേഴ്സ് നമുക്ക് പല തരത്തിലുണ്ട്. അതിൽ റാഷണൽ നമ്പേഴ്സ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും അത് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് നോക്കുന്നു. അതുപോലെ തന്നെ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഈ വക പരിപാടികളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയാം. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാലഘട്ടം അത്രയും നിങ്ങൾ പഠിച്ചിരുന്ന മൊത്തം റിയൽ നമ്പേഴ്സ് ആണ്. നമ്മൾ നമ്പർ സിസ്റ്റം നോക്കുവാണെങ്കിൽ പ്രധാനമായും അതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് റിയൽ നമ്പേഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇമാജിനറി നമ്പേഴ്സ്. യെസ്, അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതും ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഹോൾ നമ്പേഴ്സ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള നമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ ഇത്രയും കാലം പഠിച്ചതെല്ലാം എന്തിൽ പെടുന്നതാണ്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സ് തന്നെ രണ്ടായിട്ട് സബ് ഡിവിഷൻ നടത്തിയിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് റാഷണൽ നമ്പർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇറാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ എന്താണ് റാഷണൽ നമ്പർ, എന്താണ് ഇറാഷണൽ നമ്പർ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. ഓക്കെ, ദ റിയൽ നമ്പർ സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ സിസ്റ്റം പ്രധാനമായും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് റിയൽ നമ്പേഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇമാജിനറി നമ്പേഴ്സ്. Real numbers system, it is a group of numbers that includes both rational and irrational numbers. Rational numbers-നെയും irrational numbers-നെയും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? റിയൽ നമ്പേഴ്സ്. ഓക്കെ, റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്താണ് റാഷണൽ നമ്പേഴ്സ് നോക്കാം. നമ്മൾ ഈ ചാപ്റ്റർ കൂടുതലും പഠിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, റാഷണൽ നമ്പേഴ്സിലേക്ക് എത്തുന്നതിന് മുൻപ് ദ ഫസ്റ്റ് വൺ, ഇൻഡിജേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ് ആൻഡ് എ നെഗറ്റീവ് ഹോൾ നമ്പർ ആൻഡ് സീറോ. എന്താണ് ഇൻഡിജർ? ഇൻഡിജർ എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം നോക്കിക്കേ. റാഷണൽ നമ്പർ മുമ്പ് ഈ ഒരു കാര്യം നോക്കിയതേ, നാച്ചുറൽ നമ്പർ കേട്ടുള്ള. ഈ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ ഇറ്റ്സ് കൗണ്ടിങ് നമ്പർ അല്ലേ? നമ്മൾ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ സമയത്തൊക്കെ തന്നെ നമ്മളിപ്പോൾ കളിക്കുന്ന പരിപാടിയൊക്കെ തന്നെയാണ്. എന്താ, കുറെ കൂട്ടുകാരിങ്ങനെ എണ്ണി പിരിക്കാന്ന് പരിപാടിയുണ്ട്. 1 2 3 4 അങ്ങനെ ഓരോ കുട്ടികളെയും ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകത്തില്ലേ? ഒന്നും വേണ്ട, നമ്മളുടെ വീട്ടിൽ കുറെ ടോയ്സ് അടുക്കി വെച്ചിട്ടുണ്ടാവും. ആ ടോയ്സിന്റെ ഒക്കെ നിനക്ക് എത്ര ടോയ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ മനസ്സിലാലോചിക്കും, അവിടെ ഒരു കാറുണ്ട്, ഇവിടെ എനിക്കൊരു ടോയ് ഉണ്ട്, സ്പൈഡർമാൻ്റെ ടോയ് ഉണ്ട്, അയൺമാൻ ഉണ്ട്, തോർ ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ബാബീസ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ടോയ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഇങ്ങനെ മനസ്സിൽ കൂട്ടിയിട്ട് എനിക്ക് 15 ടോയ്സ് ഉണ്ട്, എനിക്ക് 100 ടോയ്സ് ഉണ്ട്, 100 ടോയ്സ് ഉണ്ട്, എനിക്ക് കാർസിന്റെ ഒരു 50 കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? കൗണ്ട് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലെ? എത്ര കളേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ടോയ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന മനസ്സിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ടോയ്സ് എല്ലാം കൗണ്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് എടുക്കുന്ന നമ്പേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പർ. എന്താണ്? കൗണ്ടിങ് നമ്പേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്, എക്സ്ക്ലൂഡിങ് സീറോ ഒഴികെയുള്ള നമ്പേഴ്സ്. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും സീറോയിൽ നിന്ന് നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ സീറോയിൽ നിന്നല്ലാതെ 1 2 3 4 അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിന് പറയുന്ന പേരാണ് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ. അപ്പൊ നാച്ചുറൽ നമ്പറിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? കൗണ്ടിങ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ സീറോ ചേർക്കാതെ എഴുതിയാൽ അത് എന്തായി മാറുന്നു? കൗണ്ടിങ് നമ്പേഴ്സ് ആയി മാറുന്നു. അപ്പൊ സീറോ ചേർത്ത് എഴുതിയാൽ എന്തായി മാറും? ദാറ്റ് ഈസ് ഹോൾ നമ്പർ. ഓക്കെ, ഹോൾ നമ്പർ എന്ന് പറയുന്നത് വേറൊന്നും അല്ല, ഇറ്റ്സ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആൻഡ് സീറോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള
നമ്പർ സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വോൾ നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോ നാച്ചുറൽ നമ്പർ പറഞ്ഞു, വോൾ നമ്പർ പറഞ്ഞു. ഓക്കെ, ഇനി ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് none other than it's a collection of positive numbers, negative numbers including zero. അല്ലേ, സീറോയും പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും കൂടെ കൂട്ടിച്ചേർത്തതിനെ വിളിക്കുന്ന പേരെന്താണ്, ഇന്റിജേഴ്സ് എന്നാണ്. ഓക്കെ, എന്താണ്, ഇന്റിജേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാലോ. നമ്മളുടെ ആദ്യം പറഞ്ഞത് ഒരു നാച്ചുറൽ നമ്പറിനെ കുറിച്ചാണ്. നാച്ചുറൽ നമ്പർ അല്ലേ, നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ, 1 2 3 4 എക്സെട്ര അങ്ങനെ പോകുന്നതാണ് എന്ത്, നാച്ചുറൽ നമ്പർ. ഇതിലോട്ട് ഒരു സീറോയും കൂടെ ചേർത്ത് വെച്ചാലോ, അത് എന്തായി മാറി, സീറോന്റെ കൂടെ നാച്ചുറൽ നമ്പറും കൂടെ ചേർത്ത് വെച്ചാൽ അത് എന്തായി മാറി, ദാറ്റ് ഈസ് ഹോൾ നമ്പർ. ഹോൾ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാ, 0 1 2 3 4 എക്സെട്ര. ഓക്കെ, 0 1 2 3 4 എക്സെട്ര. 0 നമുക്ക് എന്ത് ചെയ്യാം, ഒരു എളുപ്പം ഒഴിക്കേണ്ടി ഞാൻ ഇവിടെ എഴുതാം, 0 1 2 3 4 എക്സെട്ര. ഇനി വേറൊരു കാറ്റഗറി പറഞ്ഞല്ലോ, എന്താണ്, ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ, പോസിറ്റീവ് നമ്പേഴ്സും സീറോയും പിന്നെ ഒന്നും കൂടെ ചേർന്നതാണ് നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ചേരുന്നതാണ് എന്ത്, ഇന്റിജേഴ്സ്. ഓക്കെ, എന്താണ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്, വേറെന്താണ്, പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സും സീറോയും പിന്നെ എന്തും കൂടെ ചേരുന്നതാണ് നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ചേരുന്നതാണ് എന്ത്, ഇന്റിജേഴ്സ്. ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് -1 കൊടുക്കാം, -2 ഉണ്ട്, -5 ഉണ്ട്, -7, അതങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോ എന്ത് മനസ്സിലായി, ഇന്റിജേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് എന്ത് വരും, ഹോൾ നമ്പർ വരും, പിന്നെന്ത് വരും, നാച്ചുറൽ നമ്പർ വരും. ഹോൾ നമ്പറിനകത്താണെങ്കിലോ അവിടെ നാച്ചുറൽ നമ്പർ വരും. എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ ആണോ, അല്ല. എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പർ ആണ്, എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പർ അല്ല. എന്തുകൊണ്ടാണെന്നറിയോ, ആർക്കാണ് ആ ഒരു ബുദ്ധിയുള്ളത് നോക്കട്ടെ. എന്തുകൊണ്ടാണ് എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പർ അല്ലാത്തത്, എന്നാൽ എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പർ ആണ്? എന്തുകൊണ്ടാണ്? എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പർ ആണ്, ഹോൾ നമ്പർ എല്ലാം നാച്ചുറൽ നമ്പർ അല്ല എന്ന് പറയാൻ കാരണം, സീറോ എന്തല്ല, നാച്ചുറൽ നമ്പർ അല്ല. സീറോ നാച്ചുറൽ നമ്പർ അല്ല എന്ന് പറയുമ്പോൾ സീറോ എന്തിൽ പെടുന്നതാണ്, ഹോൾ നമ്പറിൽ പെടുന്നതാണ്. ഓക്കെ അല്ലേ, മനസ്സിലായോ? ഇനി ഇന്റിജേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിലോ, എല്ലാ ഇന്റിജേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്, എന്താണ്, നാച്ചുറൽ നമ്പറും ആണ്. ഓക്കെ ആണോ? അല്ല, എല്ലാ നാച്ചുറൽ നമ്പറും എല്ലാ ഹോൾ നമ്പറും എന്തിൽ പെടുന്നതാണ്, ഇന്റിജേഴ്സിൽ പെടുന്നതാണ്. പക്ഷേ എല്ലാ ഇന്റിജേഴ്സും എന്തിൽ പെടുന്നില്ല, ഹോൾ നമ്പറിൽ വരുന്നില്ല, അതുപോലെ തന്നെ നാച്ചുറൽ നമ്പറിലും വരുന്നില്ല. എന്തുകൊണ്ടാ? എല്ലാ ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ കയറുന്നതാണ് ഇന്റിജേഴ്സ്? നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പിന്നെന്താ, സീറോ ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, സീറോ ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, സീറോ ഉണ്ട്. അപ്പൊ അങ്ങനെ ചേരുന്നതാണ് എന്ത്, ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റിജേഴ്സിന്റെ കൂട്ടത്തില് എന്തുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് നമ്പേഴ്സും ഈ തന്നിരിക്കുന്ന രണ്ട് കാറ്റഗറിയും കൂടെ ചേർന്നാൽ എന്തായി മാറി, ഇന്റിജേഴ്സ് ആയി മാറി. ഓക്കെ, ഇനി റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന വേറൊന്നുമല്ല, ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, എന്താണ് റാഷണൽ നമ്പേഴ്സ്? എന്തൊക്കെ ചേരുന്നതാണ് റാഷണൽ നമ്പേഴ്സ്? ഇന്റിജേഴ്സ് ഉണ്ട്, ഹോൾ നമ്പർ ഉണ്ട്, പിന്നെന്താണ് നമ്മൾ ടോയ്സ് ഒക്കെ എണ്ണി കളിച്ചില്ലേ, ഏത് നമ്പറാ അത്? നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പർ. ഓക്കെ അല്ലേ? അപ്പോ കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഇന്റിജേഴ്സ് ഉണ്ട്. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് എന്ത്, റാഷണൽ നമ്പർ. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ദാറ്റ്സ് എ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് എന്ത്, റാഷണൽ നമ്പർ. എന്നാൽ എല്ലാ ഫ്രാക്ഷൻസും എന്തല്ല, റാഷണൽ നമ്പർ അല്ല. ആണോ? തിരിഞ്ഞുപോയി. എല്ലാ റാഷണൽ നമ്പേഴ്സും എന്തല്ല, ഫ്രാക്ഷൻ അല്ല. എന്തുകൊണ്ടെന്നാൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഹോൾ പാർട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, 1 2 3 4 5 6 7 8 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് നമ്മൾ എടുക്കുന്നത് എന്താ, 1/8. ഇറ്റ്സ് എ ഫ്രാക്ഷൻ. ഒരു
ഹോൾ പാർട്ടിന്റെ ഒരു ചെറിയ ഭാഗത്തിനെയാണ് നമ്മൾ എന്താന്ന് പറയാ ഫ്രാക്ഷൻ എന്ന് പറയാ. ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വന്നാൽ എല്ലായ്പ്പോഴും അത് ഫ്രാക്ഷൻ ആകണമെന്നില്ല. സപ്പോസ് ഇൻ ദ കേസ് ഓഫ് -1/8, -1/8 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ അല്ല, പക്ഷേ എന്താണ്, ഇറ്റ്സ് എ റാഷണൽ നമ്പർ. അപ്പൊ ഫ്രാക്ഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ച് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾക്കൊരു ബുദ്ധി തോന്നി, എന്താ ഇതിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ എന്താ പ്രശ്നം? നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ -1/8 എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ്സ് നോട്ട് എ ഫ്രാക്ഷൻ അല്ല, പകരം അത് എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ്സ് എ റാഷണൽ നമ്പർ. ഓക്കെ, എന്താണ്, റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് എ പെർട്ടിക്കുലർ ഫോം ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് p/q. p/q എന്ന് പറയുന്ന പാറ്റേണിൽ എഴുതാൻ പറ്റുന്ന ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ എല്ലാം നമുക്ക് എന്തെന്ന് പറയാം, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും സീറോയും കൂടെ ചേരുന്നതാണ് ഇന്റിജേഴ്സ്. എന്താണ് റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻ. ഏതൊരു നമ്പർ ആയിക്കോട്ടെ അതിനെ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റുന്ന. എന്നാൽ എന്താണ്, എല്ലാ റാഷണൽ നമ്പേഴ്സും ഫ്രാക്ഷൻസ് അല്ല. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, -5/8 എന്താണ്, -5/8 ഇറ്റ്സ് നോട്ട് എ ഫ്രാക്ഷൻ. 5/8 എന്ന് കൊടുക്കണമെങ്കിൽ അതൊരു ഫ്രാക്ഷൻ ആണെന്ന് പറയാം. -5/8 ഇറ്റ്സ് നോട്ട് എ ഫ്രാക്ഷൻ, ഇറ്റ്സ് എ റാഷണൽ നമ്പർ. എന്താണ്, ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പൊ എല്ലാ ഫ്രാക്ഷൻസും എന്തല്ല, എല്ലാ റാഷണൽ നമ്പേഴ്സും എന്തല്ല, ഫ്രാക്ഷൻസ് അല്ല. ഓക്കെ, -5/8 ഇറ്റ്സ് എ റാഷണൽ നമ്പർ, ഫ്രാക്ഷൻ ഫോമിൽ എഴുതുന്നു എന്ന് മാത്രം. സപ്പോസ് ലൈക്ക് -5 is numerator and the 8 is denominator. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചേരുന്ന ഒരു ഭാഗം, ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ. സോ വി കൻ മേക്ക് ഇറ്റ് ആസ് റാഷണൽ നമ്പർ. ഓക്കെ, അപ്പോ 6/7 റാഷണൽ നമ്പർ ആണ്. -0.25 അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു p/q ഫോമിൽ എഴുതുന്ന സാധനമാണ്. പിന്നെ എങ്ങനെ ഈ സാധനം വന്നു, -0.25? ഈ 0.25 എന്ന് പറയുന്നത് ഇതിനൊരു ഇക്വലന്റ് ഫ്രാക്ഷൻ ഉണ്ട്, ഇറ്റ് ഈസ് 1/4, കാൽഭാഗം, -1/4. -1/4 is equivalent to -0.25. ഒന്നിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡെസിമൽ വാല്യൂ ആണ് 0.25. അപ്പൊ -1/4 ചെയ്യുമ്പോഴത്തേക്ക് -1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, -0.25. ഓക്കെ, അപ്പോ നമുക്കിവിടെ -0.25, 3.5 ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്, റാഷണൽ നമ്പേഴ്സിൽ പെടുന്നതാണ്. അപ്പൊ എന്താണ് റാഷണൽ നമ്പേഴ്സ് മനസ്സിലായോ? ഇറ്റ്സ് എ പെർട്ടിക്കുലർ ഫോം, ഇറ്റ്സ് എ നമ്പർ റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് p/q. p/q എന്ന് പറയുന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്താന്ന് പറയാ, ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ ഈ റാഷണൽ നമ്പേഴ്സിൽ എന്തൊക്കെ പെടും, ഫ്രാക്ഷൻസ് പെടും, ഡെസിമൽസ് പെടും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇൻഡിജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇതെല്ലാം കൂടെ കൂടിക്കലർന്നതാണ് എന്ത്, റാഷണൽ നമ്പേഴ്സ്. ഓക്കെ ആണേ? അപ്പൊ എന്താണ് റാഷണൽ നമ്പേഴ്സ് മനസ്സിലായോ? റാഷണൽ നമ്പേഴ്സ് ആ, ഒന്നുകൂടെ കേട്ടോളൂ, റാഷണൽ നമ്പേഴ്സ് ആ the numbers which can be represented in the form of p/q. okay, p/q. p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് എന്ത്, റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആണേ? ഓക്കെ, ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റിയൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് റാഷണൽ നമ്പർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇറാഷണൽ നമ്പർ. അപ്പൊ എന്താണ് റാഷണൽ നമ്പർ, എന്താണ് ഇറാഷണൽ നമ്പർ എന്നുള്ളതിന്റെ ഒരു കൺസിഡറേഷൻ ആണ് പറയുന്നത്. റാഷണൽ നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു, വിച്ച് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് p/q. p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ അല്ലെ? അപ്പോ റാഷണൽ നമ്പേഴ്സിന്റെ കേസ് പറഞ്ഞു. ഇനി ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് റാഷണൽ നമ്പേഴ്സ്, ഏതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് നോക്കാം. ഇവിടെ 1 എന്ന് പറയുന്നത് നമുക്കൊരു p/q ഫോമിൽ എഴുതാൻ പറ്റുമോ? 1നെ നമുക്ക് വേണമെങ്കിൽ 1/1 എന്ന് എഴുതിക്കൂടെ? അത് 1 ആണ്. അതോ 5/5, 5 ഡിവൈഡഡ് ബൈ 5 എത്രയാ?
1 ആണ്. 8 ഡിവൈഡഡ് ബൈ 8 എത്രയാ? 1 ആണ്. അപ്പൊ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് എന്ത്? 1. അപ്പോ ഈ 1 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? 1 എന്ന് പറയുന്നത് ഇറ്റ്സ് എ റാഷണൽ നമ്പർ. 2 ആണെങ്കിലോ നമുക്ക് എന്ത് കൊണ്ടുവരാം? 4/2. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 കിട്ടും. 6/3 2 ആണ്. 8/4 2 ആണ് അല്ലേ? അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിലോ 9/3 3 ആണ്. 12/4 3 ആണ്. 18/6 ഇതെല്ലാം എത്രയാ വരിക? 3 തന്നെ വരിക. ഓക്കെ, എല്ലാം 1 2 3 എന്നുള്ള രീതിയിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 1 2 3 എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടിങ് നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു ഇല്ലേ? നമ്മൾ ടോയ്സ് കൗണ്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ കൗണ്ടിങ് നമ്പേഴ്സിനെ നമ്മൾ വേറെന്ത് പേരിട്ട് വിളിച്ചത്? നാച്ചുറൽ നമ്പർ. അപ്പൊ ഈ നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള ഈ ഗ്രൂപ്പ് 1ലെ നമ്പേഴ്സ് എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. ഗ്രൂപ്പ് 2 സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നോക്കിക്കോ. -5 -8 -12 ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഓൾ ആർ നെഗറ്റീവ് നമ്പേഴ്സ്. അതെന്തായാലും മനസ്സിലായല്ലോ, നെഗറ്റീവ് നമ്പേഴ്സ് ആണെന്ന് മനസ്സിലായല്ലോ ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഈ നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം ഏത് കാറ്റഗറി പെടുന്നതാണ്? ഓൾ ഓഫ് ദം ആർ ഇൻഡിജേഴ്സ്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഈ -5നെ നമുക്ക് -10/2 p/q ഫോം തന്നെയല്ലേ? -5 = -10/2 അല്ലെങ്കിൽ -5 ഡിവൈഡഡ് ബൈ 1. ഒരു നമ്പറിനെ അതേ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത അതേ നമ്പർ തന്നെയല്ലേ വരിക? അങ്ങനെ -8നെ നോക്കുവാണെങ്കിലോ -8/1 -16/2. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റും. റാഷണൽ നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. -12 നേരത്തെ പറഞ്ഞ പോലെ -12 ഡിവൈഡഡ് ബൈ 1 ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? റാഷണൽ നമ്പേഴ്സിൽ പെടുന്നതാണ്. അപ്പൊ ഗ്രൂപ്പ് 2ലെ നമ്പേഴ്സ് എല്ലാം എന്ത് നമ്പേഴ്സ് ആണ്? ദോസ് ആർ integers and these integers all of them are in the form of p/q, so we can make it as rational number. അതിനെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? റാഷണൽ നമ്പേഴ്സ് ആണ് എന്ന് വിളിക്കാം. തേർഡ് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ 1/2 ഉണ്ട്, 3/4 ഉണ്ട്, 5 2/5. ഇതെന്ത് ഫ്രാക്ഷനാ? ദിസ് ഈസ് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കുന്ന രീതി അറിയാവോ? എന്താ ചെയ്യണ്ടേ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്യാം. പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുവിധം ഈ വക പാറ്റേണിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ആൻസർ ചെയ്തു പോവാം. അപ്പോൾ ഒബ്വിയസ്ലി കാണുന്ന 3 നമ്പേഴ്സും എന്തിൽ പെടുന്നതാണ്? p/q എന്ന് പറയുന്ന പാറ്റേണിൽ ചെയ്യുന്നതാണ്. അപ്പൊ അത് എന്ത് നമ്പേഴ്സ് ആണ്? ഓക്കെ, അതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 3 ഈ 3 ഗ്രൂപ്പിലെയും നമ്പേഴ്സ് എല്ലാം എന്തിൽ പെടുന്നതാ? ഓൾ ഓഫ് ദം ആർ റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് 4 നോക്കിക്കേ. ഗ്രൂപ്പ് 4ന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ p/q ഫോമിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ, p/q ഫോമിൽ എഴുതാൻ പറ്റില്ല. അങ്ങനെ വരുന്ന നമ്പറെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇർറാഷണൽ നമ്പർ. റാഷണൽ അല്ലാത്ത നമ്പർ എന്നേ ഉള്ളൂ. ഇർറാഷണൽ നമ്പർ. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് അല്ലെ? ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. അപ്പോ ഇതിന് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റാത്ത നമ്പറിനെ വിളിക്കുന്ന പേരെന്താണ്? റാഷണൽ നമ്പേഴ്സിനെ ആ ഒരു പാറ്റേൺ ഫോമില് p/q എന്ന് പറയുന്ന പാറ്റേണിൽ എഴുതാൻ പറ്റാത്ത നമ്പറിനെ വിളിക്കുന്ന പേരെന്താണ്? ഇർറാഷണൽ നമ്പർ. വെരി ഗുഡ്. എന്താണ്? ഇർറാഷണൽ നമ്പർ. ഓക്കെ അല്ലെ? അപ്പോ ഇർറാഷണൽ നമ്പേഴ്സിൽ വരുന്ന ഫസ്റ്റ് വൺ ഈസ് പൈ. പൈ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഒരു ഗ്രീക്ക് ലെറ്റർ ആട്ടോ. ഗ്രീക്ക് ലെറ്റർ ആണ്. അതിനെ നമ്മൾ പൈ എന്നാണ് വിളിക്കുക. പൈ √2 0.1434 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന നമ്പർ സീക്വൻസ്. ഇതെല്ലാം എന്തിൽ പെടുന്നതാ? ഇർറാഷണൽ നമ്പേഴ്സിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇർറാഷണൽ നമ്പർ എന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് എ പെർട്ടിക്കുലർ നമ്പർ സീക്വൻസ് വിച്ച് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് p/q.
P/Q എന്ന് പറയുന്ന പാറ്റേണിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണെന്ത്? റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആണേ കുറുമ്പന്മാരെ? ഓക്കെ ആണല്ലോ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് എന്താ അടുത്തതിലോട്ട് നോക്കാം. ദാ ഇപ്പൊ ഒരു ശ്രദ്ധ ചെറുതായിട്ടൊന്ന് ചാഞ്ചാടിയിട്ടുണ്ടെങ്കിൽ ദാ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആണ്. Can you differentiate between the rational number and the irrational number? Circle the rational numbers and box the irrational numbers. ഈ ഇവിടെ 1 2 3 4 5 6 ഇതില് റാഷണൽ നമ്പേഴ്സും ഉണ്ട് ഇറാഷണൽ നമ്പേഴ്സും ഉണ്ട്. റാഷണൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ഇറാഷണൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? ഇറാഷണൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? ഒരു ബോക്സിലാക്കി എഴുതണം. ഒന്ന് ചെയ്തേ, നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഞാനൊരു കുറച്ച് സമയം തരാം, വേഗം ചെയ്തേ. ഓക്കെ, നമുക്ക് ആദ്യത്തെ നോക്കിയേ. റൂട്ട് 64 എന്താ ഇവിടെ വന്നിരിക്കുന്നേ? റൂട്ട് 64. റൂട്ട് 64 വന്നാൽ അതെന്താണ്? റാഷണൽ നമ്പർ ആണോ ഇറാഷണൽ നമ്പർ ആണോ? റൂട്ട് 64 എന്ന് പറയുന്നത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ? റൂട്ട് 64 ഒരു വാല്യൂ ഇല്ലേ? ഓർമ്മയുണ്ടോ റൂട്ട് 64 വാല്യൂ? റൂട്ട് 64 എന്ന് പറയുന്നത് 64 റൂട്ട് എടുക്കുമല്ലേ? അതായത് 64 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്ന് ഓർക്കണം. സ്ക്വയർസ് ആൻഡ് സ്ക്വയർ റൂട്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 64 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? ഒന്ന് ആലോചിച്ച് നോക്കി. 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ എത്രയാ? 8 സ്ക്വയർ വരുന്നത് 64 ആണ്. അങ്ങനെയാണെങ്കിൽ 64ന്റെ റൂട്ട് എത്രയാണ്? 64 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണെന്നാണ് നോക്കുക. അപ്പൊ 64ന്റെ റൂട്ട് എത്രയാ വരിക? ഇറ്റ് ഈസ് 8. ഓക്കെ, അപ്പൊ 64ന്റെ റൂട്ട് വരുന്നത് 8 ആണ്. അപ്പോൾ ഈ റൂട്ടിനകത്ത് വരുന്ന എല്ലാ നമ്പേഴ്സും എന്തല്ല? ഇറാഷണൽ അല്ല. 8 എന്ന് പറയുന്നത് എന്ത് നമ്പറാ? ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ, ഇറ്റ്സ് എ കൗണ്ടിങ് നമ്പർ. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് 8 ഇസ് എ റാഷണൽ നമ്പർ. അപ്പൊ റാഷണൽ നമ്പറിനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? റൗണ്ട് ചെയ്യണം അല്ലെ? റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് റൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, മൈനസ് 0.12. മൈനസ് 0.12 ഇവിടെ തന്നിരിക്കുന്ന ഇവിടെ ഒരു ഡെസിമൽ നമ്പർ ആണ്, ഇത് ഇവിടെ ഒരു ഡെസിമൽ നമ്പർ ആണ്. ഈ രണ്ട് ഡെസിമൽ നമ്പറിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. അത് തന്നെ, ഇവിടെ 2-3 കുത്തുകളുണ്ട്, ഇവിടെ ആരും കുത്തുകളില്ല. ഈ 2-3 കുത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കുന്ന നമ്പറാണ്. 618 ഒതുങ്ങുന്നില്ല. 618 കഴിഞ്ഞതിന് ശേഷം വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടാവും, ചിലപ്പോൾ അത് 5 ആകാം. അപ്പോൾ 1.61823564 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു നമ്പർ. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? 3 ഡോട്ട്സ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ കാണുന്ന 1.618 അങ്ങനെ എക്സെട്ര പൊക്കോണ്ടിരിക്കുന്ന ഒരു നമ്പറിനെ നമ്മൾക്ക് വിളിക്കാം ഇറ്റ്സ് എ ഇറാഷണൽ നമ്പർ. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? സ്ക്വയർ ആണെന്നല്ല പറഞ്ഞേ. അപ്പൊ നമുക്ക് സ്ക്വയർ ചെയ്തേക്കാം. ഇത് എന്ത് നമ്പറാണ്? ഇറാഷണൽ നമ്പറാണ്, റാഷണൽ നമ്പർ അല്ലാത്ത നമ്പറാണ്. മൈനസ് 0.12 എന്ത് നമ്പറാണ്? ഇറ്റ്സ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പറിനെ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണമെന്നാ പറഞ്ഞേ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? ഇതിന്റെ ആൻസർ കിട്ടിയായിരുന്നോ? മൈനസ് 0.12 എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ നമ്പർ ആണ്. ഇറ്റ്സ് എ ഡെസിമൽ ഫോം ഓഫ് എ പെർട്ടിക്കുലർ നമ്പർ. ഹിയർ ഓൾസോ ഇറ്റ്സ് എ പെർട്ടിക്കുലർ നമ്പർ. ഇതെന്താ? എന്ത് നമ്പറാണ്? ഇതും ഒരു ഡെസിമൽ നമ്പർ ആണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു എൻഡിങ് ഇല്ല, ഒരു അന്തവും കുന്തവും ഇല്ലാതെ പോയിക്കൊണ്ടേയിരിക്കുന്ന നമ്പറാണ്. ഓക്കെ, ഒരു എൻഡിങ് ഇല്ലാതെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു നമ്പർ സീക്വൻസ് ആണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് എക്സെട്ര എന്നുള്ള രീതിയിൽ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, 3 പോയിന്റ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്ത് പറയാം? ഇതെന്ത്? റാഷണൽ നമ്പർ അല്ല. 5.00
ഇതെന്താ നമ്പറാ? റാഷണൽ നമ്പർ ആണ്. 5.0 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. 5നെ നമുക്ക് 5/1 എന്ന് എഴുതാം. ഇറ്റ്സ് എ റാഷണൽ നമ്പർ. √12 എന്താണ് √12? √12 എന്ന് പറയുന്നത് ഇവിടെ √64 വന്നപ്പോൾ 64ന് ഒരു റൂട്ട് കിട്ടി. എത്രയായിരുന്നു? 8 ആയിരുന്നു. അതെവിടെ 12ന് റൂട്ട് ഉണ്ടോ? 12ന് റൂട്ട് ഉണ്ടോ? ഇല്ല, 12ന് റൂട്ട് ഇല്ല. പക്ഷെ 12ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരാം. എങ്ങനെയാണെന്നറിയോ? 12 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? √4 × 3 എന്ന് കൊടുക്കാം. √4 × 3 സ്പ്ലിറ്റ് ചെയ്താലോ? √4 × √3. √4 എത്രയാ? 4ന്റെ റൂട്ട് എത്രയാ? 4ന് റൂട്ട് ഉണ്ടേ. 4ന് റൂട്ട് ഉണ്ടേ. എത്രയാണ് 4ന്റെ റൂട്ട് വരിക? അത് വരുന്നത് 2 ആണ്. യെസ്, വെരി ഗുഡ്. 2 × √3 എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം? 2√3 എന്ന് കൊടുക്കാം. ഇറ്റ്സ് എ ഇറാഷണൽ നമ്പർ. റൂട്ടിനകത്ത് വരുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ ആവണമെന്നില്ല. ഇവിടെ √64 വന്നപ്പോ 8 ആണ് വന്നത്. അത് എന്ത് നമ്പറാണ്? റാഷണൽ നമ്പർ ആണ്. ഹിയർ √12 ആ വന്നിരിക്കുന്നത്. അതിനെന്താണ്? ഒരു പെർട്ടിക്കുലർ നമ്പർ ഇല്ല. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് that particular number is irrational. Clear? 0. Obviously 0 എന്ത് നമ്പർ ആണ്? It's a rational number. അപ്പോ റാഷണൽ നമ്പർ ആൻഡ് ഇറാഷണൽ നമ്പർ എന്നുള്ള നിലയിൽ നമ്മളിപ്പോ പഠിച്ച അല്ലെങ്കിൽ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണ് പറഞ്ഞു വന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ p/q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ്. അതിന് ഡെസിമൽ വാല്യൂസ് ഉണ്ടാവും. എല്ലാ ഡെസിമൽ വാല്യൂ ഉള്ള നമ്പറും റാഷണൽ നമ്പർ ആവണമെന്നില്ല കേട്ടോ. ഏതാ? ദാ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. പോയിന്റിന് ശേഷം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കൊണ്ടേയിരിക്കുന്ന നമ്പറാണ്. അത് എന്തല്ല? റാഷണൽ നമ്പർ അല്ല. പിന്നെന്താ? റൂട്ടിനകത്ത് വരുന്ന നമ്പർ എല്ലാം എന്തല്ല? റാഷണൽ നമ്പർ ആവണമെന്നില്ല. റൂട്ടിനകത്ത് വരുന്ന നമ്പറിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് എടുക്കാൻ സാധിക്കണം. ഓക്കെ, √64 വന്നപ്പോൾ അതിന്റെ വാല്യൂ എത്രയാണ്? 8 ആണെന്ന് തോന്നുന്നു. അത് എന്ത് നമ്പറായിട്ട് എഴുതി? റാഷണൽ നമ്പർ ആണെന്ന് എഴുതി. പക്ഷെ ഇവിടെ √12 വന്നപ്പോൾ എന്താ? അത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് 2√3 എന്നാ വന്നത്. 3ക്ക് എന്തായാലും റൂട്ടില്ല. 12ന് ഒബ്വിയസ്ലി റൂട്ടില്ല. അപ്പൊ അത് എന്ത് നമ്പറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ദാറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. ഓക്കെ, 0 ഒബ്വിയസ്ലി റാഷണൽ നമ്പർ ആണ്. കാരണം റാഷണൽ നമ്പറിന്റെ ഫാമിലിയിൽ തന്നെ പെടുന്ന ഒരു കാര്യമാണ് ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡിങ് സീറോസ് ആണ്. ഓക്കെ, അപ്പോൾ 0 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് എന്ത് നമ്പർ ആണ്? ഇറ്റ്സ് എ റാഷണൽ നമ്പർ. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ റേഷ്യോ. എന്താണ് റാഷണൽ നമ്പറിന് ആ ഒരു പേര് വരാൻ തന്നെ കാരണം എന്താണ്? റേഷ്യോ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, റേഷ്യോ ഫോമാറ്റിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ എന്താണ് ഈ റേഷ്യോ? റേഷ്യോ എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് 2:3. 2:3 is a ratio. അതെങ്ങനെ റാഷണൽ നമ്പർ ആവും? 2:3 എന്ന് പറയുന്നത് എങ്ങനെ റാഷണൽ നമ്പർ ആവും? 2:3 എന്ന് പറയുന്നതിനെ റാഷണൽ നമ്പർ ആക്കി എഴുതാം. എങ്ങനെ? 2/3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്താണ്? 2:3 എന്നുള്ള എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. അതുപോലെ 3/1 എന്താണ് അതിന്റെ റേഷ്യോ വരിക? 3:1. ഓക്കെ, എന്താണ്? 3:1. 1/3 അതെങ്ങനെ എഴുതാം? 1:3. 1/10 എങ്ങനെ എഴുതാം? 1:10. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അത് എല്ലാം എന്തിൽ പെടുന്നു? അതെല്ലാം റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് അതിനെ റേഷ്യോ ആക്കി എഴുതാൻ സാധിക്കുന്നു? റേഷ്യോ ആക്കി എഴുതാൻ സാധിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. എന്താണ് ഈ റേഷ്യോ ആക്കി എഴുതാന്ന് പറഞ്ഞാൽ? ഫ്രാക്ഷൻ ആക്കി എഴുതാം. p/q എന്ന് പറയുന്ന പാറ്റേണിൽ എഴുതാം. p/q എന്ന് പറയുന്ന പാറ്റേണിൽ എഴുതുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്തെന്ന് പറയാം? റാഷണൽ നമ്പർ എന്ന് പറയാം. The first one, whole number. Whole number obviously it's a rational number. 3/1 എന്ന് കൊടുക്കാം, 4/1 എന്ന് കൊടുക്കാം, 5/1 എന്ന് കൊടുക്കാം, 10/2 എന്ന് കൊടുക്കാം. അങ്ങനെ ഏത് പാറ്റേണിൽ നമുക്ക് എന്ത് എഴുതി പോകാൻ പറ്റും? പിന്നെന്താ? ഡെസിമൽ നമ്പേഴ്സ് ദാറ്റ് റിപ്പീറ്റ്. നമ്മൾ ഡെസിമൽ നമ്പറിന്റെ കേസ് പറഞ്ഞു. 2 തരത്തില് ഡെസിമൽ നമ്പർ നേരത്തെ വന്നു. അതിൽ ഒരെണ്ണം റാഷണൽ നമ്പർ ആണ്, ഒരെണ്ണം റാഷണൽ നമ്പർ അല്ല എന്ന് പറഞ്ഞു. അതിന് കാരണമാണ് പറയുന്നത്. The first one,
ഡെസിമൽ നമ്പർ ദാറ്റ് റിപ്പീറ്റ്. ഡെസിമൽ നമ്പർ എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് കൺസിഡർ ചെയ്യാം? ദാറ്റ്സ് എ റാഷണൽ നമ്പർ. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഡെസിമൽ നമ്പേഴ്സ് എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. ഫോർ ആൻ എക്സാമ്പിൾ, (0.1111) etc. ഇത് എന്താണ്? ഇറ്റ്സ് എ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പർ. ഇത് നമ്മൾ എൻഡിങ് ഇല്ല, പക്ഷെ എന്തുകൂടെ ഉണ്ട്? ഇത് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വരുന്ന ഡെസിമൽ നമ്പേഴ്സ് എല്ലാം എന്തിൽ പെടുന്നു? ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുക്കാം. 0.232323 എക്സെട്ര. ഇതും എന്ത് നമ്പർ തന്നെയാണ്? ഡെസിമൽ നമ്പേഴ്സ് ദാറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ ആണ്. അതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് വന്ന് നോക്കിക്കേ, ഡെസിമൽ നമ്പേഴ്സ് ദാറ്റ് എൻഡ്സ് ഇൻ 0. എന്താണ്? ഡെസിമൽ നമ്പേഴ്സ് 0യിൽ എൻഡ് ചെയ്യുന്ന ഡെസിമൽ നമ്പേഴ്സ് എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. ഫോർ ആൻ എക്സാമ്പിൾ, 0.10 നേരത്തെ പറഞ്ഞാൽ 1/10 എന്ന് കൊടുക്കാം. 0.250 250 0.50 3.70. ഇതെല്ലാം എന്താണ്? എൻഡിങ് അറ്റ് 0. ഡെസിമൽ വാല്യൂസിന്റെ എൻഡിങ് നമ്പർ എത്രയാണ്? 0 ആണ്. ഇതെല്ലാം എന്തിൽ പെടുന്നു? റാഷണൽ നമ്പേഴ്സിൽ പെടുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് നെഗറ്റീവ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, ഇൻക്ലൂഡിങ് 0. ഇത്രയും കാറ്റഗറി ചേരുന്നതാണ് എന്ത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ആ ഇൻഡിജേഴ്സ് എന്തിൽ പെടുന്നതാണ്? ഇറ്റ്സ് എ ഫാമിലി ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിന്റെ ഫാമിലിയിൽ പെടുന്നതാണ് എന്ത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പർ തന്നെയാണ്. ഈ 25% എന്ന് പറയുന്നത് എന്താണ്? ഇതായി കാണിച്ചിരിക്കുന്ന 25/100 ആണ്. 70% എന്ന് പറയുന്നത് എന്താണ്? 70/100 ആണ്. ഓക്കെ, 70/100 ആണ്. അപ്പൊ നിങ്ങൾക്ക് പുറത്തൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ചില വലിയ വൻപിച്ച കടകളിലൊക്കെ എഴുതി വെക്കാറില്ലേ? 50% സെയിലാണ്, അല്ലെങ്കിൽ 50% ഓഫ് ആണ്, ഫ്ലാറ്റ് 70% ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? കൃത്യം 70%, അതായത് ടോട്ടൽ കോസ്റ്റ്. ഇപ്പൊ ഈ പേനയ്ക്ക് 70 രൂപയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പേനയ്ക്ക് 100 രൂപയാണെങ്കിൽ അതിന്റെ 70% വില കുറച്ചിരിക്കുന്നു, കട്ട് ഷോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പേനയുടെ വില എത്രയാണ്? 70%. 100 രൂപയുടെ 70% എത്രയാ? 70 രൂപ തന്നെയാണ്. ആ 70 രൂപ കട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപയുള്ളൂ? 30 രൂപയുള്ളൂ. അപ്പൊ ഈ പേനയുടെ വില എന്ത് വരുന്നു? 30 രൂപ വരുന്നു. വേറൊന്നുമല്ല, പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു, വളരെ രസകരമായിട്ടുള്ളതും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പൊ ആ പെർസെൻറ്റേജിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുന്നത് ബെറ്റർ ആണ്. അത് ലോജിക്കലി നമുക്ക് ചെയ്തു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് ആലോചിച്ചാൽ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ 70% എന്ന് പറയുന്നത് എന്താ? 70/100. അതൊരു ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? 70/100 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോ പെർസെൻറ്റേജസ് എന്താണ്? റാഷണൽ നമ്പർ ആണ്. നെഗറ്റീവ് ഇൻഡിജേഴ്സ് റാഷണൽ നമ്പർ ആണ്. പിന്നെന്താ? ഡെസിമൽ നമ്പേഴ്സ് ദാറ്റ് എൻഡ് ഇൻ 0 റാഷണൽ നമ്പർ ആണ്. ഡെസിമൽ നമ്പേഴ്സ് ദാറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണേ? ക്ലിയർ. റാഷണൽ നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു? 0. ഇവിടെ വന്നിരിക്കുന്ന ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ എന്താണ്? റാഷണൽ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ്, അല്ലെ? റാഷണൽ ഫോമിൽ എഴുതാൻ പറ്റാത്ത എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ്. റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റാത്ത എന്ന് പറയുമ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ്. ഇവിടെ പൈയുടെ വാല്യൂ എത്രയാണ് കൊടുക്കുന്നത്? 3.1475 അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. പൈയുടെ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പൈയുടെ വാല്യൂ എന്ന് പറയുന്നതിന് ഒരു എൻഡിങ് ഇല്ല. ഇതിങ്ങനെ എൻഡ് ചെയ്യത്തുമില്ല, റിപ്പീറ്റ് ചെയ്യത്തുമില്ല. നേരത്തെ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പേഴ്സ് എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു.
ഇവിടെ ഈ സാധനം എന്ത് ചെയ്തില്ല, ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് റിപ്പീറ്റ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പൊ റിപ്പീറ്റും ചെയ്യത്തില്ല, അതിനൊരു എൻഡിങ്ങും ഇല്ല. അങ്ങനെ വരുന്ന നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. സോ പൈ എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണ്. 3.14 അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതിനൊരു എൻഡിങ് ഉണ്ടാവില്ല. അതുപോലെ 0.1434 എക്സെട്ര. ഇതിനകത്തും നമ്മൾ ശ്രദ്ധിച്ചറിയാം, 4 രണ്ടിടത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്താണ്, ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള റെപ്പിറ്റേഷൻ ആണ് വേണ്ടത്. ഫോർ ആൻ എക്സാമ്പിൾ 1313 0.1313 അതെന്താണ്, ഇറ്റ്സ് എ സീക്വൻഷ്യൽ റെപ്പിറ്റേഷൻ ഓഫ് നമ്പേഴ്സ്. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു പെർട്ടിക്കുലർ സീക്വൻസ് മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്യാത്ത നമ്പേഴ്സ് ആണ് ഈ രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ഷുവർ that particular number is an irrational number. Okay, നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെർമിനേഷൻ ഉണ്ടാവില്ല, ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവില്ല. ആൻഡ് നോൺ റിപ്പീറ്റ് ചെയ്യാത്ത ഡെസിമൽ നമ്പർ, അതെല്ലാം എന്ത് നമ്പേഴ്സിൽ പെടുന്നതാണ്, ഇറാഷണൽ നമ്പേഴ്സിൽ പെടുന്നതാണ്. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ്. ഇനി വരുന്നതാണ് റൂട്ടിനകത്ത് നേരത്തെ നമ്മൾ എക്സാമ്പിൾ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, റൂട്ടിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അത് റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അത് എന്തല്ല, റാഷണൽ നമ്പർ അല്ല. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്നുള്ളൊരു ഡീറ്റെയിൽ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. അടുത്തൊരു കാര്യമാണ് ഇക്വലന്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഇക്വലന്റ് റാഷണൽ നമ്പർ. ഈക്വൽ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് രണ്ട് റാഷണൽ നമ്പേഴ്സും ഈക്വൽ ആണെന്ന് പറയാറുണ്ട്. എന്താണ് ഈക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാടൊന്നും ആലോചിക്കേണ്ട. ഇക്വലന്റ് എന്ന് പറയുന്നതും ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈക്വൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ടും ഒരൊറ്റ കാര്യം തന്നെയാണ്. എന്താണ്, 5/7 ദ മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോ 5/7 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് അതിന്റെ എന്ത് ചെയ്യാം, ഡബിൾ എടുക്കാം. ഓക്കെ, അപ്പൊ എന്താ പറയാ, 5 into 2 10, 7 into 2 14. ഓക്കെ, 5/7 എന്നുള്ളതിന്റെ ഈക്വലന്റ് ഫ്രാക്ഷൻ എത്രയാണ്, 10/14 വന്നു. എന്താ ചെയ്തേ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിൽ എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ നമ്പർ കൊണ്ട് തന്നെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ന്യൂമറേറ്ററിൽ എന്താണോ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, 5 into 2 10 divided by 7 into 2 14. ഓക്കെ, 7 into 2 14. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, 10/14 എന്ന് പറയുന്നത് 5/7ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതേ പ്രോപ്പർട്ടീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാക്ടർ ആണ്. ഓക്കെ, ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് 5/7, അതിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഹിയർ വി ഗെറ്റ് 10/14. ഈ 10/14 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇറ്റ്സ് എ റാഷണൽ നമ്പർ. -3/4 എന്താ, -3/4 അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ നമുക്ക് മുകളിലും താഴെയും 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ പറയാ, -3 into 3 -9 divided by 9 4s are 36. ഇവിടെ ഒരു വിഷയമുണ്ട്. നമ്മൾ മുകളിൽ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ താഴെയും എത്ര കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 3 3s are 9, 4 3s are 12, -9/12. അപ്പോ -9/12 ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. 3ക്ക് പകരം വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്താലോ, 5 ഇട്ട് കൊടുത്താലോ, -3 into 5 -15 divided by 4 into 3 12. അല്ലെങ്കിൽ മുകളിലും താഴെയും 5 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 5 into 4 20 -25 divided by 20. എന്തായത് മുകളിലും താഴെയും -3/4ന്റെ -3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താ, 5 3s are 15, 5 4s are 20. അങ്ങനെ -15/20 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കിയാൽ 1/3.
1/3 എന്ന് പറയുന്നത് എന്താക്കി എടുക്കാം? ഇറ്റ്സ് ആൻ ഇക്വലന്റ് ഫ്രാക്ഷൻ. ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പാറ്റേണിലോട്ട് എടുക്കാം. എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 4 ആയിക്കോട്ടെ. 1 4s are 4, 3 4s are 12. എന്താ വരിക? 4/12. ഓക്കെ ആണ്. ഇക്വലന്റ് ഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇക്വലന്റ് ഫ്രാക്ഷൻ അല്ല ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് ആണ്. ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതും ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. എന്താണ്? റേഷ്യോ രണ്ടും സെയിം ആയിരിക്കണം. എന്തായി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റാഷണൽ നമ്പേഴ്സിന്റെ പിയും ക്യൂ, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കിട്ടുന്ന നമ്പേഴ്സ് എന്താണ്? ആദ്യം കിട്ടിയ നമ്പറുമായിട്ട് സൈമൾട്ടേനിയസ്ലി ഈക്വൽ ആയിട്ട് വരണം. 5/7 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3/4 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അപ്പോഴെല്ലാം കിട്ടുന്ന നമ്പർ എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ഇതാണ് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ബൈ മൾട്ടിപ്ലൈയിങ് മാത്രമല്ല ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക, ഡിവിഷനും നടക്കും. 25 divided by 35. 25നെയും 35നെയും നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25നെയും 35നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25 divided by 5 എത്ര വരിക? 25നെ 5ന്റെ ടേബിളിൽ 25 എത്ര ടൈംസ് ആ? ഇറ്റ് ഈസ് 5 ടൈംസ്. 5/35 divided by 5 എന്താ വരിക? 35 divided by 5. It is 5 itself. അല്ലേ? 7 5s are 35. 5/7 വരിക. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 കിട്ടി. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 7 കിട്ടി. സോ 5/7. നെക്സ്റ്റ് വൺ, -18 divided by 12. ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കി. -18 ഉണ്ട്, 12 ഉണ്ട്. -18ഉം 12 എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിളാ? 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? 18 divided by 6 എത്രയാ? 18 divided by 6. 6ന്റെ ടേബിളിൽ 18 എത്ര പ്രാവശ്യം വരുന്നു നോക്കിയാ പോരെ? 6 12 18 എത്ര ടൈംസ് ആ വന്നേ? 6ന്റെ ടേബിളിൽ 18 എത്ര ടൈംസ് ആ വന്നേ? 6 12 18 3 ടൈംസ് അല്ലെ? സോ -3 divided by 12 6ന്റെ ടേബിളിൽ എത്ര ടൈംസ് ആ? 2 ടൈംസ്. -3 divided by 2. ഓക്കെ, -18 divided by 12 ഇത് എന്താണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നേരത്തെ ചെയ്തപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ എന്തായി? ഡിവിഷൻ ആണ്. ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഡിവൈഡ് ചെയ്ത് പോകാം, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് പോകാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈക്വൽ സൈസിലുള്ള അല്ലെങ്കിൽ ഈക്വൽ മെഷർമെന്റ് വരുന്ന ഫ്രാക്ഷൻസ് ആണ്. 18/54. 18/54. 18/54നെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കുമ്പോൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18 divided by 9. 9ന്റെ ടേബിളിൽ 18 എത്ര ടൈംസ് ആ? 9 18. എളുപ്പം കിട്ടിയല്ലോ. 2 ടൈംസ് 18 ആണ്. ഡിവൈഡഡ് ബൈ 9ന്റെ ടേബിളിൽ 54 എത്ര ടൈംസ് ആ? 9 18 27 36 45 54 അല്ലേ? എത്ര ടൈംസ് ആ? 6 ടൈംസ് ആ. അപ്പോ 2/6 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടി. അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആയിട്ട് 2/6 കിട്ടി. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ല ഡിവിഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ആദ്യത്തെ കേസിൽ ഇക്വലന്റ് ഫ്രാക്ഷൻ ഏതാ കിട്ടിയേ? 25 divided by 35. അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 5/7. എന്താണ്? 5/7. ഇനി -18 divided by 12. അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്താ അവിടെ? -3/2. എന്താണ്?
മൈനസ് 3/2. പിന്നെന്താ 18 ഡിവൈഡഡ് ബൈ 54. എന്താ വന്നേ 2/6. ഇനിയും 2/6 കട്ട് ചെയ്യാവേ. ഇതിനും അടുത്തൊരു ഇക്വലന്റ് ഫ്രാക്ഷൻ കൊണ്ടുവരാം. again divided by 2, again here also divided by 2, it will be 1/3. അല്ലേ? 6 + 2 അല്ല, 6 divided by 2 ആണേ. ടു ഡിവൈഡഡ് ബൈ 2 പിന്നെ എത്രയാ 6 ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ എത്രയാ 1/3 എന്ന് കിട്ടി. ക്ലിയർ ആണേ? അപ്പോ റാഷണൽ നമ്പേഴ്സ് ഇതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ എടുക്കുന്ന രീതി എങ്ങനെയാണ്? ഇക്വലന്റ് ഫ്രാക്ഷൻ എടുക്കാനായിട്ട് ഒരു റാഷണൽ നമ്പർ എടുത്താൽ അതിന് ഒരു ന്യൂമറേറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ ഡിനോമിനേറ്റർ ഉണ്ടാവും. ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിവിഷൻ നടത്തണം. ഓക്കെ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നടത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ഫ്രാക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പർ എടുത്താൽ അതിനെ എന്ത് ചെയ്യാം? സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന പാറ്റേണിലോട്ട് കൊണ്ടുവരാം. എങ്ങനെയാ കൊണ്ടുവരിക? അതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒന്നെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇക്വലന്റ് ഫ്രാക്ഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കുറെ എക്സാമ്പിൾസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ അത് ഓരോന്നോരോന്നിട്ട് കാണിച്ചു തരാം. ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ്, ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ്. ഇവിടെ നോക്കിക്കേ, 1/2. 1/2 എന്നുള്ളത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 4 4, 2 × 4 8. ഓക്കെ, അപ്പോ ഇതിന്റെ 1/2ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് എന്ത്? 4/8. 1/2ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് 4/8. അപ്പൊ 1നെയും 2നെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 4/8 എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇതാ ഇവിടുത്തെ കേസ് നോക്കിക്കേ. ഇവിടെ വലിയൊരു റെക്ടാങ്കിൾ ആണ്, അല്ലെങ്കിൽ വലിയൊരു പീസാണ്. അതിനെ കട്ട് ചെയ്തു 2 പീസ് ആക്കുന്നു. അപ്പൊ ഇതെന്തായി? 1/2 ആയി. 1/2 1/2 2 ഹാഫുകളാക്കി മാറ്റി. ഇനി ഈ ഹാഫിനെ പിന്നെയും പകുതിയാക്കിയാലോ? പകുതിയുടെ പകുതി. ഓക്കെ, പകുതിയുടെ പകുതി എന്താണ്? കാൽഭാഗമാണ് അല്ലേ? ക്വാർട്ടർ. ഓക്കെ, പകുതിയുടെ പകുതി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കാൽഭാഗം എടുക്കുക അല്ലെങ്കിൽ ക്വാർട്ടർ എടുക്കുക. അപ്പൊ ഈ 1/2നെ 2 ഈക്വൽ പാർട്ടാക്കിയാൽ അവിടെ എന്ത് വന്നു? 1/4 1/4. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 1/4 + 1/4 2/4 അല്ലേ? അപ്പോ 2/4 എന്തിനോട് ഈക്വൽ ആണ്? 1/2നോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് 4/8. എങ്ങനെയാണ് ഈ 4/8 ആയത്? എഗെയിൻ ദിസ് പെർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്ന 1/4 എന്ന് പറയുന്ന പാർട്ടിനെ എന്ത് ചെയ്യുന്നു? എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു, പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 ഭാഗങ്ങൾ കിട്ടുന്നു. ഏതൊക്കെയാണ്? 1/8 1/8 1/8 1/8. അങ്ങനെ 4 ഭാഗങ്ങളില് 4 ഭാഗങ്ങളല്ല, ഇങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. 5 6 7 8 ഭാഗങ്ങളോളം ഉണ്ട്. 1/8 1/8 1/8 അങ്ങനെ 8 വരെ ഉണ്ട്. അതിൽ ആദ്യത്തെ 4 നോക്കിയാല് ഏതാ? 1/8 + 1/8 + 1/8 + 1/8. അങ്ങനെ എത്ര 1/8 ഉണ്ട്? 1 2 3 4 4 1/8 ഉണ്ട്. 4 1/8 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 4/8 ആണ്. എന്താണ് അവിടെ? 4/8 ആണ്. അപ്പോ എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്നുള്ള ഐഡിയ കിട്ടിയോ? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ? p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ? p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റാഷണൽ നമ്പേഴ്സ്. അതിന്റെ ഈക്വലന്റ് ഫ്രാക്ഷൻ നമ്മൾ എടുത്തു. ഒന്നെങ്കിൽ ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 2/4 എങ്ങനെയാ 4/8 ആയ? മൾട്ടിപ്ലൈഡ് ബൈ 2. 2/4 എങ്ങനെ 1/2 ആയ? ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 2 ഡിവൈഡഡ് ബൈ 2 1, 4 ഡിവൈഡഡ് ബൈ 2 2 എന്ന് പറഞ്ഞാൽ ഇവിടെയാ 2 × 4 8, 4 × 4 സോറി
നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോറി 4 കൊണ്ടല്ല, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 2 4, 4 into 2 8. ഇവിടെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഇൻറ്റു 2. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 into 2 8, 2 into 2 4. ക്ലിയർ ആണേ? അപ്പോ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്താന്ന് ഇനി മറക്കോ? മക്കളെ ശ്രദ്ധിച്ചോണം, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇക്വലന്റ് ഫ്രാക്ഷൻ എടുക്കാൻ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇക്വലന്റ് ഫ്രാക്ഷൻ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞുമക്കളെ ശ്രദ്ധിച്ചോണേ. നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടുമെന്നാ പറഞ്ഞേ? അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും. ഏതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും? ഒരു റാഷണൽ നമ്പറിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും. ഓക്കെ, ക്ലിയർ ആണേ? ഇക്വലന്റ് ഫ്രാക്ഷന്റെ വേറൊരു റെപ്രസെന്റേഷൻ ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ ഒരു സർക്കിളിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ കാണുന്ന ലൈൻ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഓരോ പാർട്ടിനെ നമുക്ക് 1/2 1/2 എന്ന് കൊടുക്കാം. ഒരു സർക്കിളിനെ എത്ര ഭാഗങ്ങളാക്കി? 2 ഭാഗങ്ങളാക്കി. ഒരു സർക്കിളിനെ 2 ഭാഗങ്ങളാക്കുന്നു. അതിനെ നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1/2 1/2. ഓക്കെ, ക്ലിയർ ആണേ? ഒരു വലിയ സർക്കിളിനെ 2 ഈക്വൽ പാർട്ടാക്കുന്നു. അതിന്റെ ഓരോ ഭാഗം എന്താണ്? 1/2 1/2. ഇവിടുത്തെ കേസ് ആണെങ്കിലോ 4 ഭാഗങ്ങളുണ്ട്. 4 ഭാഗങ്ങൾ. ആദ്യത്തെ ഭാഗത്തിന് നമുക്ക് 1/4 എന്ന് കൊടുക്കാം. 4ൽ 1. ഇവിടെയും 4ൽ 1 1/4 1/4. ഓക്കെ ആണേ? 1/4 1/4 1/4 1/4. അങ്ങനെ വരുമ്പോൾ ഈ കിടക്കുന്ന 2 1/4 ആഡ് ചെയ്ത് നോക്കിക്കേ. 1/4 പ്ലസ് 1/4. ഡിനോമിനേറ്ററിൽ സെയിം നമ്പർ ആയതുകൊണ്ട് 4 തന്നെ കൊടുക്കുന്നു. 1 plus 1 എത്ര വരാ? 2/4. ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആണ്. ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആകുമ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ പോരെ? ന്യൂമറേറ്റർ എന്ന 1 1 ഉള്ളൂ. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2/4 എന്ന് കിട്ടും. ഓക്കെ, ഡിനോമിനേറ്റർ അവിടെ സെയിം ആണ്. 2/4 കിട്ടി. ഓക്കെ, അപ്പോ 2/4 എന്ന് പറയുന്നത് സെക്കൻഡ് വണ്ണിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. തേർഡ് വൺ നോക്കുകയാണെങ്കിൽ എത്ര പാർട്ടീഷൻ ആകുന്നു? 1 2 3 4 5 6. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. 1/6 1/6 1/6. ഓക്കെ, ഇനിയോ ഈ 3 1/6 ചേരുമ്പോഴത്തേക്ക് എന്തായി? 3/6 ആയി. 3 1/6 ചേരുമ്പോ 3/6 ആയി. ഇവിടെ മൊത്തം 8 പാർട്ടുണ്ട് ഈ കേസിൽ. അതില് 1/8 1/8 ഓക്കെ, അങ്ങനെ 8 പാർട്ടാക്കുന്ന. അതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്ത് എഴുതി. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 8 എണ്ണത്തിൽ 4 എണ്ണം ഷെയ്ഡ് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4/8 എന്ന് എഴുതാം. 8 എണ്ണത്തിൽ 4 എണ്ണം ഷെയ്ഡ് ചെയ്തു. നമുക്ക് എങ്ങനെ കൊടുക്കാം? 4/8 എന്ന് കൊടുക്കാം. ഈ 4/8 ആണെങ്കിലും 3/6 ആണെങ്കിലും 2/4 ആണെങ്കിലും 1/2 ആണെങ്കിലും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയല്ലേ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ 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 ഇവിടെ. ഇതിന്റെ എല്ലാത്തിന്റെയും സൈസും എന്ത് തന്നെയാണ്? സെയിം ആണ്. 1/2 എന്താണോ അത് തന്നെയാണ് 1/4 1/4. അതായത് രണ്ടും കൂടെ ചേർത്ത് നോക്കുവാണെങ്കിൽ ഇതെന്താണ്? 2/4 ആണ്. അപ്പോ 1/4 4 എണ്ണത്തിൽ 2 എണ്ണം ഷെയ്ഡ് ചെയ്തു 2/4. 6 എണ്ണത്തിൽ 1 2 3 3 എണ്ണം ഷെയ്ഡ് ചെയ്തു 3/6. ഇവിടെ 8 എണ്ണത്തിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തു? 1 2 3 4 അല്ലേ? 4 എണ്ണം ഷെയ്ഡ് ചെയ്തു. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് 4/8. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? റാഷണൽ നമ്പേഴ്സ് ഒരു റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ നമുക്ക് മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട്. 3 പാർട്ടീഷൻ ഉണ്ട്. ഈ 3 പാർട്ടീഷനിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തു? 1/3 1/3 1/3. പോട്ടെ. 3ല് ആ കാണുന്ന റെക്ടാങ്കിളിലെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? യാ, വെരി ഗുഡ്. എത്രയാണ്? 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 എണ്ണം ഷെയ്ഡ് ചെയ്തു. എത്ര എണ്ണത്തില്? 3 എണ്ണത്തില് 2 എണ്ണം ഷെയ്ഡ് ചെയ്തു. എങ്ങനെയാണ്? 3 റെക്ടാങ്കിൾ വന്നു. ഈ 3 റെക്ടാങ്കിളില് 2 എണ്ണം ഷെയ്ഡ് ചെയ്തു.
സോ എങ്ങനെ കൊടുക്കാം? 2/3 എന്ന് കൊടുക്കാം. ഇവിടുത്തെ കേസ് നോക്കി, അവിടെ മൊത്തം എത്ര റെക്ടാങ്കിൾ ഉണ്ട്? 1 2 3 4 5 6 6 റെക്ടാങ്കിൾ ഉണ്ട്. ഈ 6 റെക്ടാങ്കിളില് എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 6 റെക്ടാങ്കിളില് 4 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ എഴുതാം? 4/6 എന്ന് എഴുതാം. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാല് എന്താണ്, ഈ കാണുന്ന സെയിം ഫിഗർ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്താ പറയാ, 2/3 വന്നു. സെയിം ഷെയ്ഡഡ് പോർഷൻ തന്നെയല്ലേ ഇവിടെ വന്നിട്ടുള്ളത് 4/6 വന്നപ്പോൾ. 4/6 അല്ലല്ലോ, 1 2 സോറി 8 അല്ല, 6 ഉള്ളു കേട്ടോ. 4/6 വന്നു. 4/6 എങ്ങനെ? ഇവിടെ 1/6 1/6 1/6 1/6 1/6 1/6 അങ്ങനെ എത്ര ഷെയ്ഡ് ചെയ്തു? 4 ഷെയ്ഡ് ചെയ്തു. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് 4/6. ഇതെല്ലാം എന്തിൽ പെടുന്നു? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നു. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി അതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് പോസിറ്റീവ് റാഷണൽ നമ്പറും നെഗറ്റീവ് റാഷണൽ നമ്പറും. പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് ഫ്രാക്ഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞു, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷൻസ് ആണ്. അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് നെഗറ്റീവ് റാഷണൽ നമ്പർ. ഓക്കെ, നെഗറ്റീവ് റാഷണൽ നമ്പർ ഒന്നുമില്ല, പോസിറ്റീവ് റാഷണൽ നമ്പർ ആകുമ്പോഴത്തേക്ക് അതിനകത്തൊരു പോസിറ്റീവ് സൈൻ എന്ന് പറയുന്ന ഒരു സാധനം റെപ്രസെന്റ് ചെയ്തേയില്ല. നെഗറ്റീവ് റാഷണൽ നമ്പർ ആകുമ്പോഴത്തേക്കോ അവിടെ എന്ത് റെപ്രസെന്റ് ചെയ്യും? നെഗറ്റീവ് റെപ്രസെന്റ് ചെയ്യും. ഇവിടെ നോക്കി 2/-9 -5/8 ഇതെല്ലാം എന്തിൽ പെടുന്നു? നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സിൽ പെടുന്നു. ഇവിടുത്തെ കേസ് നോക്കുവാണെങ്കിലോ 2/5 4/9 ഇതെല്ലാം എന്തിൽ പെടുന്നു? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിൽ പെടുന്നു. ഓക്കെ, നെഗറ്റീവ് റാഷണൽ നമ്പറും പോസിറ്റീവ് റാഷണൽ നമ്പറും. അപ്പോൾ P/Q ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ റാഷണൽ നമ്പേഴ്സ് ആർ പോസിറ്റീവ്. അതായത് P/Q ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായല്ലോ, പോസിറ്റീവ് റാഷണൽ നമ്പറും നെഗറ്റീവ് റാഷണൽ നമ്പറും. ഇനി ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണെങ്കിലും നെഗറ്റീവ് റാഷണൽ നമ്പർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാനൊക്കെ വരാറുണ്ട്. ഓക്കെ, നമ്മൾ നമ്പർ ലൈൻ എന്താണെന്ന് ആദ്യം അറിയണം. നമ്പർ ലൈൻ എന്ന് പറയുന്നത് നടുക്ക് 0യും അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സും ലെഫ്റ്റ് സൈഡിലോട്ട് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സും. അങ്ങനെ വരുന്ന ഒരു സീക്വൻസ് ഓഫ് ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്പർ ലൈൻ. ഓക്കെ, അപ്പൊ നടുക്ക് ഒരു 0 ഉണ്ട്, റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. ഓൾ ടുഗദർ വി ക്യാൻ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ദിസ് വൺ എന്താ പറയുക? ഇതെന്താണ്? ഇതൊരു നമ്പർ ലൈൻ ആണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു നമ്പർ ലൈൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇനി ചെയ്തു പോകുന്നത്. അതിനു മുമ്പ് ഒരു ചെക്ക് പോയിന്റ് ടാസ്ക്. അടുത്ത ചെക്ക് പോയിന്റിലോട്ട് എത്തിയേ. ആദ്യത്തെ ഒരു ചെക്ക് പോയിന്റ് തന്നിരുന്നത് എന്തായിരുന്നു? ആദ്യത്തെ ഒരു ചെക്ക് പോയിന്റ് പറഞ്ഞത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ കേസ് നോക്കി, ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റാഷണൽ നമ്പർ? അപ്പൊ ഇവിടുത്തെ കേസ് എന്താണ്? ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആദ്യത്തെ കേസിൽ റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്ത സെയിം പാറ്റേണിൽ ഇവിടെ എന്താണെന്ന് ചെക്കണം? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെയ്തേ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. എന്ത് ചെയ്യണം? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിനെ സർക്കിൾ ചെയ്യണം, നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സിനെ ബോക്സ് ചെയ്യണം. ഇവിടെ 8 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ്സ് എ റാഷണൽ നമ്പർ. സോ -8 വന്നത് കൊണ്ട് അത് എന്ത് റാഷണൽ നമ്പർ ആണ്? നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ്. -1 ഡിവൈഡഡ് ബൈ -2. -1 ഡിവൈഡഡ് ബൈ -2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ -2 അടുത്ത് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ വരിക? 1/2 ആണ്. അതെന്ത് നമ്പർ ആണ്? അതൊരു റാഷണൽ നമ്പർ ആണ്. കാരണം എന്താണ്? അതിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടില്ല. 1/2 പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. ഇവിടെ 4/3 എന്താ 4/3 വരിക? 4/3 എന്ന് പറയുന്നതും സെയിം പാറ്റേൺ. എന്താണ്? രണ്ടും ഒരു പോസിറ്റീവ്
റാഷണൽ നമ്പർ ആണ്. -9 ഡിവൈഡഡ് ബൈ 3. -9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? -9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് -3 ആണ്. ഈ -3 എന്ത് നമ്പർ ആയിരിക്കണം? റാഷണൽ നമ്പർ ആയിരിക്കണം. റാഷണൽ നമ്പർ ആയിരിക്കണം. ഇനി അത് നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് റാഷണൽ നമ്പർ ആണോ നെഗറ്റീവ് റാഷണൽ നമ്പർ ആണോ നോക്കിക്കേ. -3 ഒബ്വിയസ്ലി നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നുണ്ട്. അത് എന്ത് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം? നെഗറ്റീവ് റാഷണൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വൺ 12 ഒരു റാഷണൽ നമ്പർ ആണ്. ഒബ്വിയസ്ലി ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ ഓർ കൗണ്ടിങ് നമ്പർ. അപ്പോൾ ഒരു കൗണ്ടിങ് നമ്പറിനെ എന്തായിട്ട് കൺസിഡർ ചെയ്താൽ അതൊരു റാഷണൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അതൊരു പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ? അത് തന്നെ, അതെന്താണ്? ഒരു പോസിറ്റീവ് നമ്പർ ആണ്. എന്തുകൊണ്ടാണ് അത് പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞത്? ഇവിടെ എന്തില്ല? നെഗറ്റീവ് സൈൻ ഇല്ല. ഇവിടുത്തെ കേസിലെല്ലാം എന്തുണ്ട്? നെഗറ്റീവ് സൈൻ ഉണ്ട്. നെഗറ്റീവ് സൈൻ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ്. നെഗറ്റീവ് സൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. ഇവിടെ -50/2 ഒബ്വിയസ്ലി 50/2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നുണ്ട്. അത് എന്ത് നമ്പർ ആണ്? അതൊരു നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ്. ഓക്കെ, നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നുണ്ട്. അത് നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ്. 4/3 പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. -3 നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് ബോക്സ്. 12 പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. -50/2 എന്ത് നമ്പർ ആണ്? നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ്. അപ്പോൾ പോസിറ്റീവ് റാഷണൽ നമ്പറും നെഗറ്റീവ് റാഷണൽ നമ്പറിലുള്ള വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ ആണേ? ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഈ ചാപ്റ്ററിൽ ഈ കുട്ടിക്കുറുമ്പന്മാരോട് എല്ലാവരോടും പറയുവാണ്, ഇത് നല്ല രസകരമായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറേയൊക്കെ തിയറീസ് ആണ്, ഞാൻ സമ്മതിക്കുന്നു. കുറേയൊക്കെ ബോറടിക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പുറകോട്ട് പോയിട്ട് ഒന്നുകൂടെ ഒന്ന് കാണുക. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചെന്താണ്? എന്താണ് റിയൽ നമ്പർ? നമ്മൾ റിയൽ നമ്പറിലോട്ട് കയറിയായിരുന്നു. റിയൽ നമ്പർ, ഇമാജിനറി നമ്പർ. അപ്പോൾ എന്താണ് റിയൽ നമ്പർ? റിയൽ നമ്പറിന്റെ 2 സബ് കാറ്റഗറി. എന്താണ് റാഷണൽ നമ്പർ, എന്താണ് ഇറാഷണൽ നമ്പർ? റാഷണൽ നമ്പറിന്റെ തന്നെ വേറെ വേറെ സബ് കാറ്റഗറി എന്തൊക്കെയാണ്? ഇൻഡിജേഴ്സ് പറഞ്ഞു, ഹോൾ നമ്പർ പറഞ്ഞു, പിന്നെന്താ നാച്ചുറൽ നമ്പർ പറഞ്ഞു. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് മറ്റൊരു പേരെന്താണ്? ഇറ്റ്സ് എ കൗണ്ടിങ് നമ്പർ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇക്വലന്റ് ഫ്രാക്ഷൻസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് കൊണ്ടുവന്നു. ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒരു റാഷണൽ നമ്പറിന്റെ ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് കിട്ടും. ഓക്കെ, ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് കിട്ടും. ഇനി ഈ ഇക്വലന്റ് റാഷണൽ നമ്പേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യം പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? പോസിറ്റീവ് റാഷണൽ നമ്പറും നെഗറ്റീവ് റാഷണൽ നമ്പറും. വളരെ എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു സൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? അവിടെ നെഗറ്റീവ് നമ്പർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ നെഗറ്റീവ് നമ്പർ വരുവാണെങ്കിൽ അത് എന്ത് നമ്പറാണ്? നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ്. പോസിറ്റീവ് സൈൻ ആണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് സൈൻ അവിടെ മെൻഷൻ ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യം ആലോചിച്ച് പേടിക്കാൻ വേണ്ട. സോ ദാറ്റ് വൺ വിൽ ബി പോസിറ്റീവ് റാഷണൽ നമ്പർ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് റാഷണൽ നമ്പർ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കും, മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. അതിനോടൊപ്പം പ്രോബ്ലംസും ചെയ്തു പോവാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സ്റ്റിൽ ദെൻ ബൈ ബൈ.